نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما من مستقرها ومستودعها كل في كتاب مبين. عن أنس رضي الله تعالى عنه قال: خرجت مع رسول الله صلى الله عليه وسلم يوما إلى المخازن في حاجة لنا، فرأينا طيرا يلحن بصوت جمهوري، فقال عليه الصلاة والسلام: أتدري ما يقول هذا الطير يا أنس؟ قلت: الله ورسوله أعلم. قال: إنه يقول يا رب أذهبت بصري وخلقتني أعمى فارزقني فإني جائع. قال أنس رضي الله تعالى عنه: فبينما نحن ننظر إليه إذ جاء طائر آخر وهو الجراد، ودخل في فم الطائر فابتلعه، ثم رفع الطائر صوته وجعل يلحن، فقال صلى الله عليه وسلم: أتدري ما يقول هذا الطير؟ قلت: الله ورسوله أعلم. إنه يقول: الحمد لله الذي لم ينس من ذكره. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمني رشدي وأعذني من شر نفسي. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന്റെ ത്വാഅത്തിനായി അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്ത് ജീവിതം കഴിച്ചു കൂട്ടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ്. ഒരു ചെറിയ വസ്തു മുതൽ ലോകത്ത് കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ ചേതനവും അചേതനവുമായ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് അല്ലാഹു. ഖാലിഖു കുല്ലി ഷൈ, അല്ലാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ്. വലില്ലാഹി മുൽക്കു സ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ യഖ്ലുഖു മാ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും സർവ്വതിന്റെയും ആധിപത്യം അല്ലാഹുവിനാണ്. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അധികാരം അവന്റെ കയ്യിലാണ്. അല്ലാഹു അലീമുൻ ബികുല്ലി ഷൈ, അല്ലാഹു എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി അറിയുന്നവനാണ്. വഹുവ ബസീറുൻ ബികുല്ലി ഷൈ, എല്ലാ കാര്യത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനുമാണ് അവൻ. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു, അവന്റെ പക്കലാണ് അദൃശ്യജ്ഞാനങ്ങളുടെ ഖജനാവുള്ളത്. ലാ യഅലമുഹാ ഇല്ലാ ഹു, അവയെ അവൻ മാത്രമേ അറിയുകയുള്ളൂ, അവനല്ലാതെ മറ്റാരും അതിനെ അറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ളതിനെ കുറിച്ച് അറിയുന്നവൻ അവനാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു ഇല പോലും വീഴുന്നില്ല, ഒരു ഇല പോലും അടർന്നു വീഴുന്നില്ല, അവന്റെ അറിവില്ല. യഅലമു മതാഖീലൽ ജിബാൽ, അവൻ പർവ്വതങ്ങളുടെ ഭാരത്തെ അറിയുന്നവനാണ്. വമകായിലൽ ബിഹാർ, സമുദ്രങ്ങളിൽ എത്ര വെള്ളമുണ്ട്, എത്ര ലിറ്റർ വെള്ളമുണ്ട്, എത്ര തുള്ളി വെള്ളമുണ്ട് എന്നറിയുന്നവനും അവൻ.
വഅദദ ഖത്രിൽ അംതാർ മഴത്തുള്ളികളുടെ എണ്ണം അറിയുന്നവനും അവനാണ്. വഅദദ വറഖിൽ അശ്ജാർ വൃക്ഷങ്ങളിലെ ഇലകളുടെ എണ്ണം അറിയുന്നവനും അവനാണ്. അല്ലാഹു ഖുർആനിൽ കൂടി പറയുന്നു വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ ഈ ഭൂമിലോകത്ത് ഒരു ജീവജാലവുമില്ല അതിന്റെ റിസ്ഖിന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിട്ടില്ല. വയഅലമു മുസ്തഖറഹ അതിന്റെ വാസസ്ഥലത്തെ അറിയുന്നവനാണ് അവൻ. വമുസ്തൗദഅഹ അതിന്റെ സൂക്ഷിപ്പ് സ്ഥലത്തെയും അറിയുന്നവനാണ് അല്ലാഹു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലമാ ശൈഖ് ഇസ്മാഈൽ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറായ റൂഹുൽ ബയാൻ രണ്ട് സംഭവങ്ങൾ വിശദീകരിക്കുന്നു. ഒന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹുവിന്റെ വഹി വരികയുണ്ടായി. ധിക്കാരിയും അക്രമിയുമായ സ്വേച്ഛാധിപതിയാണ് എന്ന് സ്വന്തം അവർ വിശ്വസിപ്പിച്ച ഫിർഔന്റെ അടുക്കലേക്ക് അങ്ങ് പോകണം എന്നുള്ള വഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വന്ന സന്ദർഭം. തദവസരത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിൽ തന്റെ വീടിന്റെ അവസ്ഥയെ കുറിച്ചുള്ള ചിന്തയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയുണ്ടായി, മൂസ ആ കാണുന്ന പാറയിൽ നിന്റെ വടി കൊണ്ട് അടിക്കണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വടി കൊണ്ട് പാറയിൽ അടിക്കവേ ആ പാറ പൊട്ടി അതിൽ നിന്ന് മറ്റൊരു പാറ പ്രത്യക്ഷപ്പെടുകയും രണ്ടാമത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അടിക്കാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമതും അടിച്ചു. ആ പാറ പൊട്ടി അതിൽ മൂന്നാമതൊരു പാറ പ്രത്യക്ഷപ്പെടുകയും മൂന്നാമതും അടിക്കാൻ വേണ്ടി കൽപ്പിച്ചു. മൂന്നാമത് അടിക്കേണ്ട താമസം ആ പാറ പൊട്ടി അതിൽ നിന്നൊരു പുഴു പുറത്തു വരികയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനെ വീക്ഷിച്ചു. അതിന്റെ വായിലുണ്ട് അതിന്റെ വായിൽ അന്നപദാർത്ഥമുണ്ട്. അത് കൈക്ക് വേണ്ടി ഒരുക്കപ്പെട്ട അതിനു വേണ്ടി തയ്യാറാക്കപ്പെട്ട ഭക്ഷണത്തിന്റെ അടുക്കലേക്ക് അത് ഇഴഞ്ഞു നീങ്ങുന്നുമുണ്ട്. തദവസരത്തിൽ ആ പുഴു എന്താണ് പറയുന്നത് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കേൾപ്പിച്ചു കൊടുക്കുകയാണ്. വറഫഅൽ ഹിജാബു ബൈനഹു വ ബൈനഹ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ആ പുഴുവിന്റെയും ഇടയിലുള്ള മറ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയാണ്. തദവസരത്തിൽ ആ പുഴു പറയുകയാണ്, സുബ്ഹാന മൻ യറാനി വയസ്മഉ കലാമി വയഅരിഫു മകാനി വയദ്കുർനി വലാ ഇൻസാനി എന്നെ കാണുകയും എന്റെ ശബ്ദത്തെ ശ്രവിക്കുകയും എന്റെ വാസസ്ഥലത്തെ അറിയുകയും എന്നെ ഓർക്കുകയും എന്നെ മറക്കാത്തവനുമായ ഒരുത്തൻ പരിശുദ്ധനാണ് എന്നാണ് ആ പുഴു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ജീവജാലത്തെ ഈ ഭൂമിയിൽ പടച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ റിസ്ഖും അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വ ഇയ്യാകും ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. നഹ്നു നർസുഖുഹും വ ഇയ്യാകും നിങ്ങൾക്കും അവർക്കും ഒരുപോലെ റിസ്ഖ് നൽകുന്നവൻ നാമാണ്. ഹാറൂൻ റഷീദ് ചക്രവർത്തി ഭരിച്ചിരുന്ന കാലം അദ്ദേഹത്തിന് ഹജ്ജിന് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. രാജാവാണ്. അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സേവകരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും സർവ്വവിധ സന്നാഹങ്ങളോടും കൂടിയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. വഴിമധ്യേ അന്ന് ജീവിച്ചിരുന്ന സാഹിദും സൂഫിയുമായിരുന്ന ബുഹ്ലൂൽ ഇബ്നു അംർ, ബുഹ്ലൂൽ മജ്നൂൻ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധമായിട്ടുള്ളത്. ബുഹ്ലൂൽ ഇബ്നു അംർ എന്ന സാഹിദും മുത്തഖിയുമായ ആ മനുഷ്യൻ, ആ പണ്ഡിതൻ ഹാറൂൻ റഷീദ് രാജാവിനോട് സംസാരിക്കുകയാണ്. യാത്രാമധ്യേയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, തബാദുഉക ഫീ സഫരിക ഖൈറു മിൻ തകബ്ബുരിക താങ്കളിൽ കാണിക്കുന്ന പ്രൗഢിയും താങ്കളിൽ കാണിക്കുന്ന അഹങ്കാരത്തെക്കാളും ഏറ്റവും നല്ലത് താങ്കൾ വിനയം കാണിക്കലാണ്. ഇത് കേൾക്കേണ്ട താമസം
റഷീദ് കരയാൻ വേണ്ടി. ഹാറൂൺ റഷീദ് രാജാവ് പറഞ്ഞു, ഖദ് അഹ്സൻത യാ ബുഹ്ലൂൽ, ബുഹ്ലൂൽ നീ പറഞ്ഞത് ശരിയാണ്, സിദ്ന എനിക്ക് കുറച്ചുകൂടി നീ പറഞ്ഞു. ബുഹ്ലൂൽ പറഞ്ഞു, അല്ലാഹു ഒരു മനുഷ്യനെ സമ്പത്ത് നൽകുകയും അധികാരം നൽകുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അവൻ അതിനെ ചെലവഴിക്കുകയും തന്റെ അധികാരത്തെ നീതിപൂർവം പ്രയോഗിക്കുകയും ചെയ്താൽ അല്ലാഹു അവനെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എഴുതുന്നതാണ്. ബുഹ്ലൂലിനെ ഹാറൂൺ റഷീദ് രാജാവ് ഒരു ഹദിയ കൊടുത്തു. അതേ കൊടുക്കേണ്ട താമസം ബുഹ്ലൂൽ പറഞ്ഞു, ലാ ഹാജത ലീ ബിഹാ റുദ്ദഹാ ഇലാ മൻ അഖദ്തഹു മിൻ, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, ഇത് താങ്കൾ ആരിൽ നിന്നാണോ പിടിച്ചെടുത്തത് അവർക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്ക് എന്ന് ബുഹ്ലൂൽ ബിൻ അംർ ഹാറൂൺ റഷീദ് രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ ഹാറൂൺ റഷീദ് രാജാവ് വീണ്ടും അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നിങ്ങൾക്ക് മാസത്തിൽ ഒരു ശമ്പള വിഹിതം ഞാൻ നിശ്ചയിച്ചു തരട്ടെ. ബുഹ്ലൂൽ ഇന്നത്തെ അവസരത്തിൽ പറയുകയുണ്ടായി, എനിക്ക് നിന്റെ ശമ്പളം ഒന്നും വേണ്ട, നീ മനസ്സിലാക്കണം, യാ അമീറൽ മുഅ്മിനീൻ അന വ അൻത അയാലുല്ലാഹ്, യാ അമീറൽ മുഅ്മിനീൻ അന വ അൻത അയാലുല്ലാഹ് ഫമിനൽ മുഹാലി അൻ യദ്കുറക വ യൻസാനി. അമീറുൽ മുഅ്മിനീൻ ഹാറൂൺ റഷീദ്, നീ മനസ്സിലാക്കണം, ഞാനും നീയും അല്ലാഹുവിന്റെ ആളുകളാണ്, അല്ലാഹുവിന്റെ അടിയാറുകളാണ്. അല്ലാഹു നിന്നെ മാത്രം ഓർക്കുകയും എന്നെ മറക്കുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യം അസംഭവ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അനസ് റളിയല്ലാഹു തആല അൻഹുമായിട്ട് തങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വിജനമായ ഒരു പ്രദേശത്തു കൂടി യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു തആല കൂടെയുണ്ട്. അവർ ഒരു പക്ഷിയെ കാണുകയാണ്. ഫറഅയ്നാ തയ്റൻ യൽഹ ബിസൗത്തിൻ ജംഹൂരിയ്യ, വളരെ ഉച്ചത്തിൽ ശബ്ദിക്കുന്ന ചിരച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയെ കാണാനിടയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു തആല അൻഹുവിനോടായി ചോദിച്ചു, യാ അനസ് അതദ്രി മാ യഖൂലു ഹാദാ തയ്ർ, ഈ പക്ഷി എന്താണ് പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായോ? അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, അല്ലാഹു വ റസൂലുഹു അഅലം ബിദാലിക്, അല്ലാഹു അവന്റെ റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആ പക്ഷി പറയുകയാണ്, യാ റബ്ബി അദ്ഹബത് ബസരി വ ഖലഖതനി അഅമ ഫർസുഖനി ഫഇന്നി ജാഇഅ, എന്റെ രക്ഷിതാവേ, എന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. വ ഖലഖതനി അഅമ, നീ എന്നെ അന്ധനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഫർസുഖനി ഫഇന്നി ജാഇഅ, എനിക്ക് വിശക്കുന്നുണ്ട്, എന്റെ റിസ്കിന്റെ ഉത്തരവാദിത്വം നിന്റെ പക്കലാണല്ലോ, എന്റെ വിശപ്പ് നീ അകറ്റണമേ എന്ന് ആ പക്ഷി പറയുകയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫബൈനമാ നഹ്നു നൻദുറു ഇലൈഹി, ഞങ്ങൾ ആ പക്ഷിയെ നോക്കിക്കൊണ്ടിരിക്കെ ഇദ് ജാഅ തയ്റുൻ ത്വാഹിറുൻ ആഖർ, മറ്റൊരു പക്ഷി പറന്നു വരികയാണ്. ആ പക്ഷിയുടെ കൊക്കിൽ ഭക്ഷണ പദാർത്ഥമുണ്ട്. അങ്ങനെ ആ പക്ഷി വരികയും ആ അന്ധയായ പക്ഷിയുടെ വായിൽ ആ ആഗതനായ പക്ഷി ആ ഭക്ഷണത്തെ ഇട്ടുകൊടുക്കുകയും ആ പക്ഷി, ആ അന്ധയായ പക്ഷി അത് കഴിക്കുകയും വീണ്ടും ശബ്ദമുണ്ടാക്കാൻ വേണ്ടി. തദവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു തആല അൻഹുവിനോടായി ചോദിക്കുകയുണ്ടായി, അതദ്രി മാ യഖൂലു ഹാദാ തയ്ർ യാ അനസ്, അനസ്, ഇപ്പോൾ ഈ കിളി എന്താ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായോ? അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി,
അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹുവിന്റെ റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ആ പക്ഷി പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ ലം യൻസ മൻ ദകറ. അവനെ ഓർത്തവനെ മറക്കാത്തവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി ലറുസിഖതും കമാ യർസുഖു അത്വയ്ർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിൽ വരമേൽപ്പിക്കേണ്ടതുപോലെ വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പക്ഷികളുടെ എപ്രകാരമാണോ ഭക്ഷണം നൽകപ്പെടുന്നത്, റിസ്ക് നൽകപ്പെടുന്നത്, അപ്രകാരം നിങ്ങൾക്കും അല്ലാഹു റിസ്ക് നൽകുക തന്നെ ചെയ്യും. അങ്ങനെയാണ് പക്ഷിയുടെ അവസ്ഥ. തഗ്ദു ഖിമാസൻ, പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി അത് പറന്നുയരും. എന്നാൽ പ്രദോഷത്തിലോ വതറൂഹു ബിതാന, പ്രദോഷത്തിൽ വയർ നിറഞ്ഞ അവസ്ഥയിൽ ആ പക്ഷികൾ തിരിച്ചവരുടെ കൂട്ടുകളിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ടല്ലേ അബൂ ഉസൈർ റഹ്മത്തുള്ളാഹി അലൈഹി പാടിയത്, അബൂ ഉസൈർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുകയുണ്ടായി, മിൻ ഐന തഅകുൽ, താങ്കളുടെ റിസ്കിന്റെ വിഷയം എന്താണ്, നിങ്ങൾ എവിടുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, താങ്കളുടെ റിസ്കിന്റെ ഉപജീവന മാർഗത്തിന്റെ അവസ്ഥ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അബൂ ഉസൈർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചപ്പോൾ അബൂ ഉസൈർ റഹ്മത്തുള്ളാഹി അലൈഹി പാടുകയുണ്ടായി, കൈഫ അഖാഫുൽ ഫഖ് വല്ലാഹു റാസിഖി വറാസിഖു ഹാദൽ ഖൽഖി ഫിൽ ഉസ്രി വൽ യുസ്രി. കൈഫ അഖാഫുൽ ഫഖ്, എങ്ങനെ ഞാൻ ദാരിദ്ര്യത്തെ ഭയപ്പെടണം? എന്റെ രക്ഷിതാവ്, എനിക്ക് റിസ്ക് നൽകുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ് എനിക്ക് റിസ്ക് നൽകുന്നത്, പിന്നെ എന്തിന് ഞാൻ ദാരിദ്ര്യത്തെ ഭയപ്പെടണമെന്ന് അബൂ ഉസൈർ ചോദിച്ചു. നിർത്തിയില്ല, വറാസിഖു ഹാദൽ ഖൽഖ്, സൃഷ്ടികൾക്ക് റിസ്ക് കൊടുക്കുന്ന ആളാണ്. ഫിൽ ഉസ്രി വൽ യുസ്രി, പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും എളുപ്പത്തിന്റെയും കാലഘട്ടത്തിൽ റിസ്ക് നൽകുന്ന അല്ലാഹുവാണ് എനിക്ക് റിസ്ക് നൽകിയത്. അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അല്ലാഹുവിനെ കുറിച്ചുള്ള യഖീന് നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായാൽ, ശരീഅത്തിനെതിരായ ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ മുഖം നോക്കാതെ സംസാരിക്കാൻ വേണ്ടി സാധിക്കും. അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ കാര്യം നടക്കൂ എന്നുള്ള ശരിയായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായി കഴിഞ്ഞു. മുഹല്ലബ് ബിൻ അബീ സുഫ്ര വസ്ത്ര പരിശീലന കാലം, അദ്ദേഹം ഒരിക്കൽ പട്ടുവസ്ത്രം ധരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരിക്കൽ ഇത് കണ്ട ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാഹിദും പരിത്യാഗിയും മുത്തഖിയുമായിരുന്ന മുസദ്ദിഫ് ഇബ്നു അബ്ദില്ല അദ്ദേഹം പറയുകയുണ്ടായി, യാ അബ്ദുല്ലാഹ്, ഏ അല്ലാഹുവിന്റെ ദാസ, ഹാദിഹി മശിയത്തുൻ യക്റഹുഹ അല്ലാഹു വറസൂലുഹു, ഏ അല്ലാഹുവിന്റെ ദാസ, അല്ലാഹു അവന്റെ റസൂലും വെറുക്കുന്ന ഒരു സമ്പ്രദായമാണല്ലോ, ഒരു പ്രവണതയാണല്ലോ, ഒരു ഗമനമാണല്ലോ താങ്കളുടെ പക്കലിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് മുസദ്ദിഫ് ഇബ്നു അബ്ദില്ല റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്. ഇത് കേട്ട് രോഷാകുലനായ മുഹല്ലബ് ബിൻ അബീ സുഫ്ര, ബസ്രയുടെ ഭരണാധികാരിയാണ്. മുഹല്ലബ് ബിൻ അബീ സുഫ്ര രോഷാകുലനായ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, അമാ തഅരിഫുനി, എന്നെ നീ അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്? ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കിയിട്ടാണോ നീ സംസാരിക്കുന്നത് എന്ന് മുഹല്ലബ് ബിൻ അബീ സുഫ്ര മുസദ്ദിഫ് ഇബ്നു അബ്ദില്ല റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്. മുസദ്ദിഫ് ഇബ്നു അബ്ദില്ല റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, അഅരിഫ്, ഞാൻ നിന്നെ അറിയും, ഞാൻ നിന്നെ അറിയും. മുസദ്ദിഫ് ഇബ്നു അബ്ദില്ല പറയുകയുണ്ടായി, അവ്വലുക നുത്ഫത്തുൻ മദിറ, നിന്റെ തുടക്കം എന്താണ്? നിന്റെ തുടക്കം വെറുക്കുന്നതും മറുക്കുന്നതും നീചവുമായ ഒരു വസ്തുവിൽ നിന്നാണ്, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് നിന്റെ തുടക്കം. വആഖിറുക ജീഫത്തുൽ ഖദിറ,
ഇതിന്റെ അവസാനമാണെങ്കിലും ദുർഗന്ധം വമിക്കുന്ന ശവശരീരമാണ്. അതിനിടയിലുള്ള കാലയളവിൽ വേസ്റ്റ് ചുമന്ന് നടക്കുന്ന ഒരു വേസ്റ്റ് വാഹകനാണ്. ഇത്രയും കേട്ടപ്പോൾ മുഹല്ലബ് ബിൻ അബീ സുഫറ മുതല്ലിബ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സാരസമ്പുഷ്ടമായ ഈ സംസാരം കേട്ടപ്പോൾ മുഹല്ലബ് ബിൻ അബീ സുഫറ തന്റെ അഹങ്കാര ജീവിതത്തെ ഉപേക്ഷിക്കുകയാണ്. തന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ ഖശിയത്ത് ഉണ്ടാകാൻ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകാൻ അദ്ദേഹം തായിബാകുകയാണ്. അദ്ദേഹം അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുറഞ്ഞ കാലഘട്ടം, ഈ കുറഞ്ഞ ജീവിതത്തിൽ നമ്മൾ അല്ലാഹുവിനെ നല്ലതുപോലെ മനസ്സിലാക്കിയില്ല. അല്ലാഹുവിനെ ശരിക്കും നമ്മൾ അറിഞ്ഞ് ആരാധിച്ചില്ല, ഇബാദത്ത് ചെയ്തില്ല. നമ്മുടെ ജീവിതം നഷ്ടത്തിലാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് പോലും നമ്മളെ മരിക്കുന്നത് വരെ നമുക്ക് സന്തോഷം പേടിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അറബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ കുറേ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലാഹു പുറത്തു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ, അല്ലാഹു നിന്റെ പാപങ്ങൾ മുഴുവൻ പുറത്തു തരുന്നതാണ്. അങ്ങനെ ആ ആഗതനായ സഹാബി പള്ളിയിൽ നിന്നും പുറത്തു പോവുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ വളരെ അട്ടഹാസത്തിന്റെ ശബ്ദം കേട്ടു. വളരെ അട്ടഹസിക്കുന്ന ഒരു ശബ്ദം കേട്ട് സഹാബാക്കൾ പുറത്തു പോയ സമയത്ത് ആ അറബിയായ മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പോലും കഴിയില്ല. അവന്റെ ഹൃദയത്തിന് അത് താങ്ങാൻ കഴിയില്ല. കേട്ടിട്ടില്ലേ ഫുദൈൽ ഇബ്നു ഇയാദ്, താബിഈകളുടെ നേതാവാണ്. മദീനയിൽ അദ്ദേഹം ഇറങ്ങി എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഫുദൈൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദീനവാസികളൊക്കെ പേടി. അങ്ങനത്തെ വലിയ കൊള്ളക്കാരനായിരുന്നു ഫുദൈൽ ഇബ്നു ഇയാദ്. ഒരിക്കൽ അദ്ദേഹം കക്കാൻ വേണ്ടി കയറാണ് വീട്ടിൽ. അങ്ങനെ വീടിന്റെ ജനലിളക്കി അദ്ദേഹം ഉള്ളിൽ പ്രവേശിക്കുന്ന സമയത്ത് ആ വീട്ടിനുള്ളിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്, നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് രാത്രി സമയം. സൂറത്തുൽ ഹദീദിലെ അലം യഅ്തിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടാൻ മുഅ്മിനീങ്ങൾക്ക് ഇനിയും സമയമായിട്ടില്ലേ എന്ന ആശയം വരുന്ന ആയത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ വൃദ്ധനായ മനുഷ്യൻ. ഇത് കേൾക്കേണ്ട താമസം താൻ ആ മോശമായ അവസ്ഥയിൽ നിന്നും അല്ലാഹുവിനെ ആരാധിക്കുന്ന അല്ലാഹുവിന്റെ വലിയ മുത്തഖിയായിട്ട് മാറുകയും. അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് പറയുന്നുണ്ട് മുഹമ്മദ് ബിൻ ഫുദൈൽ. അദ്ദേഹം ഒരു പ്രാവശ്യം പോലും ഖുർആൻ മുഴുവനായിട്ട് ഓതി തീർത്തിട്ടില്ല. ഖുർആൻ ഓതാൻ അറിയട്ടെ, ഖുർആൻ ഓതാൻ അറിയട്ടെ, അത് ഓതി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അല്ലാഹുവിനോടുള്ള പേടി, അല്ലാഹുവിനോടുള്ള ഖശിയത്ത്, അല്ലാഹുവുമായിട്ടുള്ള ബന്ധം അഭേദ്യമായപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മുഴുവനായി ഓതി തീർക്കാൻ വേണ്ടി കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അത്രയും അല്ലാഹുവിന്റെ ത്വാഅത്തിനായി നമുക്ക് കഴിച്ചുകൂട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.